അറസ്റ്റ് ചെയ്ത ദിവസം ഒരു ഇൻട്രോഗേഷന്റെ സമയത്ത് നമ്മൾ അവരുടെ അഭിപ്രായത്തിൽ നമ്മൾ സഹകരിക്കുന്നില്ല. അപ്പൊ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒക്കെ ഉണ്ട്, നമുക്ക് സംസാരിക്കാതിരിക്കാം. അപ്പൊ നമ്മളത് ഇവോക്ക് ചെയ്യാൻ നമ്മൾ സ്വന്തമായിട്ട് എനിക്കെതിരായിട്ടുള്ള തെളിവ് പറയാൻ ഞാൻ സന്നദ്ധല്ല എന്ന് ഭരണഘടനയിൽ പറയുന്ന ഒരു കാര്യം നമ്മളവിടെ ചെയ്യുമ്പോൾ അതിന് ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സഹകരിക്കുന്നില്ല. അപ്പോൾ ഒരാൾ രണ്ട് ഓപ്ഷനാണല്ലോ സഹകരിക്കുന്നത്, ഒന്നില്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്യും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജയിലിൽ കിടക്കും. അപ്പൊ എൻകൗണ്ടർ ജയിൽ അവരുടെ പിന്നെ സാധിക്കാണ്ട് വന്നു. ഒരു SP ആയിരുന്ന ഒരാളെ പറഞ്ഞ് അദ്ദേഹം പിന്നീട് ഒരു ട്രെയിനിൽ വെച്ച് മദ്യപാനം നടത്തി ഇത് ചെയ്തിട്ട് ജോലിയൊക്കെ ഡിസ്മിസ് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ പിന്നെ പത്രത്തിൽ വായിച്ചിരുന്നു. അന്നത്തെ ISIT-ന്റെ SP ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പുറം ലോകം കാണിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മളിപ്പോ ആലോചിക്കുക, അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് നടപ്പിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇപ്പൊ ഞാനിപ്പോ 10 കൊല്ലമായപ്പോ മിക്കവാറും എല്ലാ കേസുകളിൽ നിന്നും ജാമ്യം കിട്ടി ഡിസ്ചാർജ് ആയി റിലീസ് ആവും എന്നുള്ളൊരു സമയത്താണ് പുതിയ പുതിയ കേസുകൾ വരുന്നത്. ഇപ്പോഴും ഈ പറഞ്ഞ ഡെമോക്രസിന്റെ വാളും മേലെയുണ്ട്. കാരണം അതിനിടയിൽ ഈ പറഞ്ഞ കാര്യം, അതായത് ഈ ചോദ്യം ചെയ്യൽ 2015 അറസ്റ്റ് ചെയ്യുന്നത് ആന്ധ്ര പോലീസ് ആണെന്നാണ് എന്റെ അറിവ്. APSIB, ആന്ധ്ര പോലീസ് സ്പെഷ്യൽ ഇന്റലിജൻസ് ബ്യൂറോ, നൊട്ടോറിയസ് എന്ന് പറയാം. എൻകൗണ്ടർ കില്ലിങ്ങുകളിലൊക്കെ ഉള്ള വളരെ കുപ്രസിദ്ധമായിട്ടുള്ള. അപ്പൊ കൊണ്ടുപോയത് ആന്ധ്രാപ്രദേശിലേക്കായിരുന്നു? അല്ല, യഥാർത്ഥത്തിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യണം. അവർ കൊണ്ടുവരുന്നത് ഒരു ഞങ്ങള് മനസ്സിലാക്കിയത് വാളയാറിനടുത്തുള്ള ഒരു വനമേഖലയിലേക്കാണ് അവരൊരു ഡയറക്ഷൻ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു ഒരു വളരെ പ്ലാൻഡ് അല്ല. നമ്മളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ ഒരു സർവൈലൻസിലേക്ക് വന്നു പെട്ടതാ. അപ്പൊ അവര് പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് മാത്രം നമ്മൾ എന്താ പറയാ 6-ാം തീയതി തൊട്ടാണ് പിന്നെ ഫോർമലായിട്ടുള്ള ഈ പറഞ്ഞ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഇന്ററോഗേഷൻ നടക്കുന്നത്. മറ്റൊന്നും രേഖപ്പെടുത്തപ്പെടാത്ത ഇന്ററോഗേഷൻ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെ ഇന്റലിജൻസ് വിഭാഗങ്ങളും സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസികളും ഒക്കെ ആയിട്ട്, അപ്പൊ അതില് ഈ അതിന്റെ ഇടയിൽ വെച്ചിട്ടാ ഈ മറ്റേ കേരള പോലീസിലെ ഒരു എനിക്കറിയാം, പേരറിയാം, ഞാൻ മെൻഷൻ ചെയ്യണില്ല, എൻകൗണ്ടർ ചെയ്യും എന്നുള്ളൊരു സംഗതി പറഞ്ഞപ്പോൾ ഞങ്ങളതൊരു ഇഷ്യൂ ആക്കി ഷൈനയുടെ പേരിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പൊ പിന്നെ ഈ ക്യൂബ്രാഞ്ചുകാർ അന്ന് പിന്നെ കേരള പോലീസിനെ മുഴുവൻ പുറത്താക്കുകയുണ്ടായി. ഓക്കെ, അത് ലീഗലൈസ് ചെയ്യപ്പെട്ട. അതായത് അപ്പോൾ തടവ് ഈ വധത്തിന് പകരമായിരുന്നു അല്ലെ എന്ന് പറയേണ്ടി വരും അല്ലെ? വധിക്കപ്പെടാത്തത് കൊണ്ട് തടവില്ല എന്ന്. അതായത് ശരിക്കും തമിഴ്നാട് പോലീസ് അല്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്, ആന്ധ്ര സ്പെഷ്യൽ ഇന്റലിജൻസ് ബ്യൂറോ ആണ്. അവരെ അറസ്റ്റ് ചെയ്ത് അവർക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ്. കാരണം അവര് ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഒരു വെഹിക്കിളില് ഞങ്ങൾ 5 പേരെയും പിന്നെ വേറെ അവരെ ഒരു 8-9 ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് ഒരു പാക്ഡ് ആയിട്ട് വരേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അങ്ങനത്തെ സാഹചര്യം ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയായിരുന്നു. ഫ്രണ്ട് സീറ്റിൽ വേറെ 2 ആൾക്കാരുണ്ട്, ഞാൻ ഡ്രൈവർ വശത്തായിരുന്നു. അനൂപ് പുറകിൽ സീറ്റിലുണ്ട്, ഷൈനയും അനൂപ് വീരമണി പുറകിൽ സീറ്റിലും ഷൈന അതിൻ്റെയും പുറകിലുള്ള സീറ്റിൽ. അപ്പൊ അവരുടെ ഒരു കോർഡിനേഷൻ മനസ്സിലാക്കി. പിന്നെ തെലുങ്ക് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ അവരുടെ ഡെസ്റ്റിനേഷൻ അവർ വനപ്രദേശമാണെന്നുള്ളത് നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. അപ്പൊ പിന്നെ നമ്മൾ മനസ്സിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ്. കാരണം നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ അവർ വളരെ പ്രൊഫഷണൽസാണ്. ഒരു 1.5 മിനിറ്റിനുള്ളിൽ ഞങ്ങളെ വണ്ടിയിലകത്താക്കി. ഈ ചായപ്പീടിയെന്ന് ഒരു 1.5 മിനിറ്റിനുള്ളിൽ വണ്ടിയുടെ അകത്താക്കി. അത്രയും സ്വിഫ്റ്റ് ആയിട്ടുള്ള ദ്രുതഗതിയിലുള്ള ആക്ഷൻ ആയിരുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പോ എന്തായാലും അവസാനിക്കാൻ പോവാണ്, ലാസ്റ്റ് അറ്റംപ്റ്റ്. ഞാൻ അനൂപിനോട് ബാക്കിലേക്ക് വിളിച്ചു പറഞ്ഞു, അനൂപ ഞാൻ വണ്ടി മറിക്കാൻ പോവാണ്. അപ്പൊ മലയാളം അവർക്ക് അറിയാം ഒരാൾക്ക്. അപ്പൊ അവര് തെലുങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പൊ എന്റെ 2 കൈയും കെട്ടിയിട്ടു. എനിക്ക് സ്റ്റിയറിംഗ് ഒന്ന് തിരിക്കാന്നായിരുന്നു എൻ്റെ ഒരു, നല്ല സ്പീഡിലാണ് പോണത്. അപ്പൊ അത് സാധ്യമല്ലാണ്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അനൂപ് നമുക്ക് കുറച്ച് സെക്കൻഡേ ഉള്ളൂ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കാല് ഫ്രീ ആണ്. ഡ്രൈവറെ നോക്കിയപ്പോൾ ഡ്രൈവർ ആക്സിലേറ്ററാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ക്ലച്ചിൽ ചവിട്ടി അമർത്തി പിടിച്ചു. വണ്ടി റേസായി നിന്നു. അവർക്ക് മനസ്സിലായില്ല എന്താണ്, ബാക്കി ആർക്കും മനസ്സിലായില്ല. വണ്ടി റേസ് ആവണു നിൽക്കും. അപ്പം ആ റേസ് ആവണതിൻ്റെ ഭാഗമായിട്ട് വണ്ടി നിൽക്കുവാണ് റോട്ടിൽ. ഒരു ക്രൗഡ് ഉണ്ടായി. അപ്പൊ ആ സമയത്ത് എല്ലാവരോടും മുദ്രാക്കി വിളിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഷൈനയ്ക്കും കണ്ണനും വാതിൽ തുറക്കാൻ
ഞങ്ങളുടെ തട്ടിക്കൊണ്ടുപോകണമെന്ന് പറയാൻ അവസരം കിട്ടി. അപ്പോൾ ആ പോയിന്റിൽ അത് ഏത് പ്രദേശമായിരുന്നു? അത് കോയമ്പത്തൂർ ഔട്ട്സ്കേർട്സ് ആയി തുടങ്ങി. അപ്പോൾ ആ പോയിന്റിൽ അവർ പിന്നെ തിരിച്ച് ക്യൂ ബ്രാഞ്ചിന് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് അവർ തിരിച്ചു പോയി. രമേശ് ചെന്നിത്തല പിന്നീട് പറഞ്ഞിരുന്നു വേറെ തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പങ്ക് എന്നുള്ള തരത്തിൽ. അതൊന്നും ഫാക്റ്റ് അല്ല. ഇതൊക്കെ ഇതിനൊക്കെ ശേഷമാണ്, ഒരു 7:30 ശേഷമാണ് അവർ കേരള പോലീസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. ആളുടെ ഒരു ഇടപെടൽ ആ പോയിന്റ് ടു പോയിന്റ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. കൊല്ലരുതെന്ന് ഞാനാ പറഞ്ഞേ അതൊക്കെ പറഞ്ഞിട്ട്. അത് ശരിയല്ലേ? അത് ശരിയാവാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോർഡിനേഷനും ഇല്ല. തമിഴ്നാടിന് പോലും ക്യൂ ബ്രാഞ്ച് അല്ലാണ്ട് ഒരു കോർഡിനേഷൻ അവർക്കില്ല. കാരണം അവർക്ക് ഇവരെ ഒന്നും ബോധ്യപ്പെടുത്തിയിട്ട് എൻകൗണ്ടർ ചെയ്യാൻ പറ്റില്ലല്ലോ. ലോജിക്കലായിട്ട് ആലോചിച്ചത് മനസ്സിലാവില്ല.